ോ മാത്രമല്ല, നേരെ മറിച്ച് നമ്മുടെ യഥാർത്ഥമായ ക്രൈസ്തവ സമൂഹം നമ്മുടെ അൽമേനികളിലാണ് രൂപപ്പെടുന്നത്. അവരിൽ ആദ്യം തന്നെ അവരിൽ ഇങ്ങനെയൊരു ചൈതന്യം കൊടുക്കുകയും അവരെ ആ രീതിയിൽ നിലനിർത്തുവാൻ ശ്രമിക്കുകയും പ്രത്യേകിച്ച് വലിയ സംഘടനാപരമായ രൂപങ്ങൾ ഇല്ലാതെ തന്നെ നിലനിർത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നത് വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ആശംസിക്കുന്നു. തുടർന്നും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ചൈതന്യം പടരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഇനി ആത്മാവുണർത്തുന്ന പ്രാർത്ഥനകളാണ്. എക്സർസൈസ് പ്രയർ. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക. ഇതിന് തക്കവിധമുള്ള ലളിതമായ ശാരീരിക വ്യായാമങ്ങൾ വിശുദ്ധ വചനങ്ങളുടെ മന്ത്രണത്തിലൂടെ നിർവഹിക്കുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. അങ്ങനെ ശാരീരികവും മാനസികവുമായ ഒരു സന്തുലനത്തിലേക്ക് ഓരോ കുട്ടിയും എത്തിച്ചേരുന്നു. മെഡിറ്റേഷൻ എക്സ്പീരിയൻസ്. ധ്യാനവേളയിൽ വിശുദ്ധ വചനങ്ങൾ ധ്യാനിക്കുവാൻ കുട്ടികൾ പഠിക്കുന്നു. മനസ്സിനെ ഏകാഗ്രമാക്കുവാനും അതുവഴി ചിന്തയെ നവീകരിക്കുവാനും ഇത് കുട്ടികളെ സഹായിക്കുന്നു. ധ്യാനം ശരീരത്തിൻ്റെ നിശ്ചലതയും മനസ്സിൻ്റെ ചലനവുമാണല്ലോ. ചലിക്കുന്ന മനസ്സുകളിലാണ് നവങ്ങളായ സൃഷ്ടികൾ ഉണ്ടാവുക. ഫ്ലവർ പ്രയർ.